ഹായ് വെൽക്കം ടു എൻട്രി കോഡിംഗ്. സോ ഇന്ന് നമ്മുടെ ജാങ്കോ സീരീസിന്റെ അതായത് ഒരു വെബ്സൈറ്റ് ഒക്കെ ഫ്രം സ്ക്രാച്ച് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സീരീസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പൈത്തൺ ജാങ്കോ അതേപോലെ തന്നെ നമ്മുടെ VS കോഡ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു ജാങ്കോ പ്രോജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ടെർമിനൽ എടുത്തു വെച്ചിട്ടുണ്ട്. ന്യൂ ടെർമിനൽ എടുത്തു ഞാൻ. അതിനുശേഷം ജാങ്കോ -admin നമ്മളൊരു പുതിയ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജാങ്കോ -admin സ്റ്റാർട്ട് പ്രോജക്റ്റ് ഒറ്റ വാക്കാണ്, സ്റ്റാർട്ട് പ്രോജക്റ്റ്. ഞാൻ എൻ്റെ പ്രോജക്റ്റിന്റെ പേര് ഞാൻ എൻട്രി എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്, സ്റ്റാർട്ട് പ്രോജക്റ്റ് എൻട്രി. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ഫോൾഡറിനകത്ത് ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൻട്രി എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൂടി നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വീണ്ടും ഒരു എൻട്രി എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, എൻട്രി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് .py ഫയലുകൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ജാങ്കോന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ടൈപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് ഓൾറെഡി ഒരുപാട് ഫയൽസും കാര്യങ്ങളും അതിന് വേണ്ട സപ്പോർട്ടിങ് ഫയൽസും കാര്യങ്ങളൊക്കെ ജാങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പൈത്തൺ ജാങ്കോന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത്. എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് കാണാം. എല്ലാത്തിലും അകത്ത് ഒന്ന് പോയി നോക്കുക. settings.py ഉണ്ട്, urls.py ഉണ്ട്, WSGI ഉണ്ട്, ഇവിടെ manage.py ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നമുക്ക് റൺ ചെയ്യേണ്ടത് നമ്മുടെ manage.py ആണ്. അപ്പൊ നമ്മളിപ്പം കിടക്കുന്നത് ജാങ്കോ 01 എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും. അവിടെ നിന്ന് നമ്മൾ CD സ്പേസ് നമ്മൾ എൻട്രി നമ്മുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനകത്തോട്ട് കയറണം. അതായത് ഇപ്പം ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിനകത്തോട്ട് കയറണം. ഇവിടെ നിന്ന് നമുക്ക് റൺ ചെയ്യാം. നമ്മൾ ജാങ്കോ പ്രൊജക്ട് റൺ ചെയ്യുന്നത് py manage.py റൺ സെർവർ. നമ്മളെ ലോക്കൽ ഹോസ്റ്റിൽ, അതായത് നമ്മൾ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കാണുന്ന ഒരു ലോക്കൽ ഹോസ്റ്റ് ഒരു ചെറിയ സെർവർ ഉണ്ട്, അതിനകത്താണ് നമ്മൾ ഇത് റൺ ചെയ്യുന്നത്. അപ്പം py manage.py റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ചെറിയ സെർവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കൽ ഹോസ്റ്റിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കാണും. അവിടെ നമ്മൾ http://127.0.0.1:8000/ എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജാങ്കോന്റെ സെർവർ റൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെന്തിനാണ്, നമ്മൾ ഈ ഡെവലപ്പറിനൊക്കെ എപ്പോഴും ഹോസ്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ലിങ്കിനകത്ത് പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കാണാനായിട്ട് ഇവിടെ സാധിക്കും. അപ്പം ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഇൻസ്റ്റാൾ വർക്കിംഗ് ആണ്, നമ്മളെ എല്ലാം വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു വെബ് പേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഇതൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അതിന് നമുക്ക് ഒരു HTML-ഉം CSS ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഹലോ വേൾഡ് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കാം. സോ ഇങ്ങനെ നമ്മൾക്കൊരു ഹലോ വേൾഡ് പ്രോഗ്രാം, അതായത് നമുക്ക് ഇപ്പം കണ്ട നമ്മുടെ റോക്കറ്റിന്റെ സിമ്പലിൽ നിന്ന് അകത്തുനിന്ന് നമുക്ക് ഹലോ വേൾഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ പൈത്തൺ ജാങ്കോ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പൈത്തൺ ജാങ്കോ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം ജാങ്കോ -admin സ്റ്റാർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. അങ്ങനെ നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെക്കൻഡ് വീഡിയോ കഴിയുമ്പോഴത്തേനും ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ഒരു ലോക്കൽ ഹോസ്റ്റിൽ ഹലോ വേൾഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.